കാലിന്റെ വീഡിയോസ് ഇട് ചേച്ചി തന്നെയാണ് എന്റെ ഇഷ്ടപ്പെടുന്നവർ പറഞ്ഞത്. തീർച്ചയായിട്ടും. ഹായ് ഹലോ ഗൈസ്, എന്തൊക്കെയാണ്? എല്ലാവർക്കും സുഖമാണല്ലോ? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കണത്? നിങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? നിങ്ങൾ അറിയുന്നുണ്ടോ? ഞാൻ അറിയാത്തല്ലേ. ഞാൻ ഫുള്ള് ബിസി ആയിരുന്നു. കുറച്ച് ഫങ്ഷൻസും കാര്യങ്ങളുണ്ട്, പിന്നെ വർക്ക്, ജോലി, വീട്, മക്കള്, അങ്ങനെ ഫുൾ തിരക്കായിപ്പോയി. ഫോണ് കൈകൊണ്ട് തൊടാൻ പറ്റാത്ത വിധം എന്നൊന്നും പറയുന്നില്ല, എന്നാലും കുറച്ചൊക്കെ തിരക്കായിരുന്നു. പതിവ് പോലെ സേച്ചി, നമ്മുടെ ഉയർ സേച്ചി രേണു ഒക്കെയാണ് കണ്ടന്റ്. താല്പര്യമില്ലാത്ത ആളുകൾ ആ വഴി പൊക്കോളൂ. താല്പര്യമുള്ള ആളുകൾ ഈ വഴി വന്നിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യം കുത്തിക്കുറിച്ചിട്ട് പോവുക. ഓക്കെ. സത്യം പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് ഫുള്ള് കണ്ടന്റ് ആയിരുന്നു. ഒരു സ്ഥലത്ത് ഫസ്മിന സക്കീറിന്റെ ആ ഒരു യൂണിവേഴ്സ്, വേറൊരു സ്ഥലത്ത് രേണു സുധി, ഷെഫീന ബീവി, പിന്നെ ആരായിരുന്നു, കിച്ചു, അതുല്, അങ്ങനെ കുറച്ച് ആൾക്കാരുടെ യൂണിവേഴ്സ്. അത് കഴിഞ്ഞ് വേറെ അങ്ങനെ പല യൂണിവേഴ്സ് ആയതുകൊണ്ട് ഏത് സെലക്ട് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനും ഉണ്ടായിരുന്നു. അവസാനം നമ്മൾ സേച്ചിയിൽ തന്നെ എത്തി. രേണു അക്ക സബ്സ്ക്രിപ്ഷനൊക്കെ തുടങ്ങി, കുറേ ഫോളോവേഴ്സൊക്കെ കൂടി. ചേച്ചീൻ്റെ കാലിലെ ഹീൽസിനും ഒക്കെ ഫാൻസ് കൂടുതലാണ് എന്നൊക്കെ ചേച്ചി തന്നെ സ്വയം പറയുന്നുണ്ട്. എന്തോ പറയാനാ ഇതിനൊക്കെ. അതിനിടയ്ക്ക് എന്തൊക്കെയോ വിഷയം കാര്യങ്ങളൊക്കെ സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട് വന്നു. എന്താ കുട്ടികളൊക്കെ വഴിതെറ്റുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ മാതാപിതാക്കൾ കൊച്ചുങ്ങളെയൊക്കെ വല്ലാതെ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം അവർ കിട്ടുന്ന പോക്കറ്റ് മണി ഇങ്ങനെ ഏതെങ്കിലും ഒരു 180 റുപ്പീസോ 200 റുപ്പീസോ ഒക്കെ കൊടുത്തിട്ട് ഈ വക അപരാധങ്ങളൊക്കെ കയറി കണ്ടിട്ട് കൊച്ചുങ്ങളാണ് വഴിതെറ്റുന്നത്. ഇവർക്ക് ഇവരുടെ കൊച്ചിനെ കുറിച്ചിട്ടോ ഒന്നൊരു ഇതില്ല. ഇവർക്ക് പൈസ എങ്ങനെയെങ്കിലുമൊക്കെ സമ്പാദിച്ചാൽ മതി. അതിനിപ്പോൾ കുറച്ച് ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചാലും കുഴപ്പമില്ല, കുറച്ച് കമ്പി വർത്താനം പറഞ്ഞാലും കുഴപ്പമില്ല. ആ ഒരു മെൻറ്റാലിറ്റിയിൽ ജീവിക്കുന്ന ഒരു പെണ്ണുമ്പിള്ളയായി മാറി വരികയാണ് ഈ സ്ത്രീ. ഓക്കെ. അപ്പോൾ ഇവർക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സുധി ഉണ്ടായിരുന്ന സമയത്ത് ചെയ്ത് തീർക്കാൻ സാധിക്കാത്ത എന്തെല്ലാമോ പുള്ളിക്കാരി ഇപ്പം അങ്ങ് ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ മാന്യമായി ജീവിക്കുന്ന ഒത്തിരി വിധവകൾ നമ്മളെ നാട്ടിലുണ്ട്. അതല്ല ഇവർ തന്നെ സ്വന്തമായിട്ട് ആ ലക്ഷ്മി നക്ഷത്ര ഫേമസ് ആക്കിയ ആ ഒരു സമയത്ത് ആ യൂട്യൂബ് ചാനലിൽ ഒരു ചാനലും തുടങ്ങി, എന്തെങ്കിലും കണ്ടന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ വരുമാനമായേനെ അല്ലേ. അതല്ലെങ്കിൽ എനിക്ക് ആക്ടിങ് ആണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലോട്ട് നല്ല രീതിക്ക് ആക്ട് ചെയ്ത് മുമ്പോട്ട് പോകാനും വേണ്ടി പറ്റും. അതല്ലാണ്ട് ഈ വക ഗോഷ്ഠികൾ, കോപ്രായങ്ങൾ, സബ്സ്ക്രിപ്ഷന്, കാല്, തോല് ഇതെല്ലാം കാണിച്ച് പൈസ ഉണ്ടാക്കാനാണ് പുള്ളിക്കാരിക്കും ഇഷ്ടം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പറയാൻ വന്ന മെയിൻ കാര്യം കിച്ചു ആയിട്ടുള്ളൊരു വിഷയം. അവനൊരു സപ്പോർട്ട് ആവശ്യമുണ്ടായിരുന്നു. അവന് സംസാരിക്കാൻ, അവൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് വന്ന് സംസാരിക്കാൻ വലിയൊരു സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ഷെഫീന ബി വഴി അത് കിട്ടുകയും പുള്ളിക്കാരൻ വന്നിരുന്നത് അവൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം തുറന്ന് പറയാനുള്ള ഒരു സ്പേസ് അവന് കിട്ടി. അതിനുശേഷമാണ് ഈ ഷെഫീന ബിയുവിനെ കാണുന്നു, സംസാരിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു എന്നൊക്കെ തോന്നുന്നത്. ഞാൻ മറന്നുപോയി, കുറേ ദിവസം മുമ്പുള്ള കാര്യമല്ലേ. അത് കഴിഞ്ഞതിന് ശേഷം രേണുവിൻ്റെ മകൻ്റെ ചേട്ടൻ ഇപ്പം മറ്റേ ചേച്ചീൻ്റെ കുട്ടിയാണ്. അതിനാസ്പദമായ പോസ്റ്റുകളും കാര്യങ്ങളും വീഡിയോസും ഋതപ്പൻ്റെ സ്വന്തം ചേട്ടൻ എന്നുള്ള ക്യാപ്ഷനോട് കൂടിയൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഋതപ്പനും അവൻ്റെ ചേട്ടനും കൂടെ പിറന്നവരല്ലേ, ഇങ്ങനെയൊക്കെ ഓരോ സാധനങ്ങൾ. ഇത് മനഃപൂർവ്വം ആ പയ്യനെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് സാമാന്യമായി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഓക്കെ. ഇവർ അതേമാതിരി ഷോർട്ട് ഫിലിമിന് എന്തോ കേസ് ഇട്ട് ഉമ്മ കൊടുക്കാൻ പറഞ്ഞോ, വയറ്റിനകത്ത് മുന്തിരി കടിച്ചെടുക്കണം, അതിലൊന്നും നമ്മൾ കൈകടത്തുന്നില്ല. അപ്പോൾ അലമ്പ് വേർഷൻ ഓഫ് രേണു സുധീൻ്റെ കണ്ടന്റ്. അതിലൊന്നും നമ്മൾ പോയി തലയിടാനേ നിൽക്കണ്ട. ഈ സ്ത്രീ എങ്ങോട്ടാ ഇവരുടെ പോക്കുന്ന് സ്വന്തം ചിന്തിച്ചു നോക്കുക അവസാനം. കാരണം വളർന്നു വരുന്നൊരു മകനാണ്. കിച്ചുവിനെ ഇപ്പോൾ നോക്കുന്ന സമയത്ത് അവൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ മൈ ഗോഡ്, എൻ്റെ അമ്മ എന്ന് വിളിക്കുന്ന സ്ത്രീ അച്ഛൻ്റെ ലേബലിൽ എന്തൊക്കെയാണ് ഈ കാണിച്ചു വിടുന്നത്? ഒന്നുമില്ലെങ്കിൽ അച്ഛൻ്റെ വൈഫാണ് അല്ലേ. അച്ഛൻ്റെ വൈഫായിരുന്ന ഈ ഒരു സ്ത്രീ പണത്തിന് വേണ്ടിയിട്ട് മറ്റു പുരുഷന്മാർക്ക്, സ്ത്രീകൾക്കുൾപ്പെടെ മറ്റുള്ളവർക്ക് പൈസ വാങ്ങി ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്നു സബ്സ്ക്രിപ്ഷൻ വഴിയൊക്കെ. ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവനുണ്ടാകുന്നൊരു മാനസിക വിഷമം അവൻ ഏത് രീതി തീർക്കുമെന്ന് ചിന്തിച്ചു നോക്കുക. കുറച്ചുകൂടെ വലുതാകുമ്പോൾ ഇവരുടെ മകൻ തന്നെ വേറൊരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് പൈസയും മുടക്കി സ്വന്തം അമ്മേൻ്റെ ശരീരഭാഗങ്ങൾ കാണേണ്ട ഒരു അവസ്ഥ വരെ വരും. അതുവരെ ഇവരിങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കും. എന്തെങ്കിലും ചെയ്യട്ടെ. നമ്മളിതിലൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, വേറെ എന്തെങ്കിലുമൊക്കെ തലത്തിലോട്ട് കാര്യങ്ങൾ പോകും. ഇനി നമുക്ക് വിഷയങ്ങളിലോട്ട് വരാം. നമുക്ക് ചേച്ചീൻ്റെ സബ്സ്ക്രിപ്ഷൻ വീഡിയോ ഒരെണ്ണം ലീക്കായതൊരെണ്ണം ഞാൻ കാണിച്ചു തരാം. Good morning, Umma. Have a nice day. Take care. ഈ സ്ത്രീ മര്യാദയ്ക്ക് സംസാരിച്ചത് തന്നെ ആളുകൾക്ക് കണ്ണു നേരെ കണ്ടുകൂടാ. പിന്നെ ഇങ്ങനെ ആംഗ്യം കാഷ്ടിയും കുറച്ച് കാഷ്ടി എന്നൊക്കെ അങ്ങനെ മതി. കാഷ്ടി
ആംഗ്യം ഗോഷ്ടിയും പിന്നെ പോരാത്തതിന് ഈ ഒരു ശബ്ദത്തിൽ ആ ഒരു ഈ സാധനം എല്ലാം കൂടെ കാണിച്ചിട്ട് ആര് കാണാൻ ഉണ്ടാവില്ല. ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന പുരുഷന്മാർ കേരളത്തിൽ നിന്നല്ല ഒത്തിരി സ്ഥലങ്ങളിലുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊക്കെ ഒരു ആശ്വാസമായിരിക്കും അല്ലേ. എന്തോ ഈ പെണ്ണുങ്ങളെ കാണിക്കുന്നത്. കിച്ചു രേണു ചേച്ചിനെ തള്ളി പറഞ്ഞാൽ ഒരു സമയത്ത് രേണു ചേച്ചിയുടെ റിയാക്ഷൻ എന്തായിരുന്നു? എന്താ പറയാ, നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും എന്താ പറയാ, ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് ചില മാതാപിതാക്കളെ വൃദ്ധസദനത്തിലാക്കുന്നു, മാതാപിതാക്കളെ തള്ളിക്കളയുന്ന സമൂഹം, അതുപോലെ മക്കളെ തള്ളിക്കളയുന്ന മാതാപിതാക്കൾ. ഇതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് കാണുന്നതാണ്, നമ്മുടെ വാർത്തകളിലാണ് എവിടെയാണ് കാണുന്നത്. കിച്ചുവിന്റെ സ്ഥാനത്ത് ഇപ്പൊ ഋതപ്പനാണെങ്കിൽ പോലും വലുതാകുമ്പത്തിന് അമ്മയെ ഇപ്പൊ എന്നെ തള്ളി പറഞ്ഞ ഞാൻ അവന്റെ വഴിക്ക് വിടത്തേ ഉള്ളൂ, ഞാൻ പുറകെ പോയി എന്തായാലും ശല്യം ചെയ്യാൻ പോകില്ല. കിച്ചു ആണെങ്കിൽ പോലും എന്നെ തള്ളിക്കളഞ്ഞെങ്കിൽ എന്തിനാ നമ്മൾ അവനെ ഇപ്പൊ 22 വയസ്സുള്ള യുവാവാണ്. ആ കുട്ടീനെ പോയി നമ്മൾ തള്ളിക്കളയേണ്ട കാര്യം, നമ്മൾ പുറകെ ചെന്ന് ശല്യം ചെയ്യേണ്ട കാര്യമില്ല. എന്നെ ഇട്ടിട്ട് പോയാൽ ബൈ പറഞ്ഞു ഞാനും ഓക്കെ, അങ്ങനെ ഒരു അല്ലാതെ ഞാൻ പുറകെ പോയി ശല്യം ഒന്നും ചെയ്യത്തില്ല. ഓക്കെ, അങ്ങനെ സംഭവിച്ചാലും രേണു ചേച്ചിയിലുള്ള അമ്മ എന്ന സ്നേഹം, കിച്ചുവിന് കൊടുത്ത സ്നേഹം ഇല്ലാതാവോ? ഒരിക്കലും ഇല്ലാതാവത്തില്ല. ആ മാതൃസ്നേഹം അന്ന് ആദ്യമായിട്ട് എന്നെ അമ്മ എന്ന് വിളിച്ചത് കിച്ചുവാണ്. ആ ഒരു സ്നേഹം എന്നും ആ ഒരു സ്നേഹം നമ്മളെല്ലാവരും കണ്ടേക്കുന്ന കിച്ചുവിന്റെ സംസാരത്തിലും ഇന്റർവ്യൂസിലൊക്കെ. നമ്മൾ ഈ വീഡിയോ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല, ഒത്തിരി ക്ലിപ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം സമയപരിമിതി ഒത്തിരി ഉണ്ട്. വേറൊരു വീഡിയോ നാളെ ചെയ്യാം വൃത്തിക്കൊക്കെ. ഒന്നാമത് ഇവിടെ വിഷു ഒക്കെ ആയതുകൊണ്ട് തന്നെ സ്ഥിരം കലാപരിപാടി, കള്ളുകൂടി, തെറിവിളി, പൂരപ്പാട്ട് ഇതെല്ലാം ഇവിടെയും ഉണ്ട്. പോരാത്തതിന് വിഷുവിന് പൊട്ടിച്ച് തീരാത്ത പടക്കങ്ങൾ ഇപ്പോഴും ആൾക്കാർ പൊട്ടിക്കുന്നുണ്ട്. പിന്നെ മേലെ ഹിന്ദിക്കാരുണ്ട്, അവരുടെ സംസാരം അത്ര കുറവൊന്നുമല്ല. പ്രത്യേകിച്ച് ചേച്ചീൻ്റെ ശബ്ദം വളരെ കൂടുതലാണ്. അതുകൊണ്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് ശബ്ദ മലിനീകരണങ്ങൾ അധികമായി വരുന്നു. വെളിച്ചത്തിന് വേണ്ടി ജനലൊക്കെ തുറന്നിടേണ്ട അവസ്ഥയാണ്, അടച്ചിട്ട ഒട്ടും വെട്ടം കാണില്ല. സോ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഇനിയിപ്പോൾ കിച്ചുവിൻ്റെ കേസിട്ട് പറയുകയാണെങ്കിൽ അവൻ ഒത്തിരി ട്രോമയും കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടാണ് മുമ്പോട്ട് വന്നതെന്നുള്ളത് അവൻ്റെ ലൈഫ് സ്റ്റൈൽ കണ്ടാൽ തന്നെ അറിയാം. ആ ഒരു സമയത്ത് ഇവർക്ക് ഇവരുടെ ലൈഫ് റൺ ചെയ്യണം, ഫാമിലി കൈവിട്ട് പോകരുത്, ചേച്ചിയും ഭർത്താവും മക്കളും കൂടെ ഉണ്ടാവണം, അപ്പനും അമ്മയും കൂടെ ഉണ്ടാവണം, കെട്ടിയവനും ഉണ്ടാവണം. അതിന് ഈ ചെക്കനൊരു തടസ്സമാണെങ്കിൽ ഇതിനെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലൊക്കെയാണ് ഇവരുടെ പെരുമാറ്റം എന്നുള്ളത് അവൻ്റെ വർത്തമാനത്തിൽ തന്നെ മനസ്സിലായ കാര്യങ്ങളാണ്. സോ സുധീന മാക്സിമം ഫാമിലി എല്ലാവരും കൂടെ പിഴിഞ്ഞു, എല്ലാവരും കൂടെ ഒരുമിച്ച് ജീവിച്ചു. അതൊക്കെ ശരി. ഒരു പക്ഷേ അമ്മായിയപ്പൻ, അമ്മായിയമ്മ, സ്വന്തം അച്ഛനമ്മ എന്ന കൺസേണിൽ സുധി ചെയ്ത് കൊടുത്തതായിരിക്കും, അതിൽ നമ്മൾ അയാളെ തെറ്റ് പറയുന്നില്ല. പക്ഷെ ചേച്ചിയുടെ ഭർത്താവ്, മക്കളെന്ന് പറയുമ്പോൾ അതൊരു ഓവർ ബാധ്യതയാണ്. അതൊക്കെ ഇവർ ഭാര്യ എന്ന നിലയിൽ ഇവർ ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്തങ്ങളായിരുന്നു. അവിടെ ഇവർക്കാണ് വീഴ്ച പറ്റിയത്, ഈ സ്ത്രീക്ക് ഒരൊറ്റയാൾക്ക്. അപ്പോൾ അതൊക്കെ കാണുന്ന സമയത്ത് വളർന്നു വരുന്ന കിച്ചു എന്ന് പറയുന്ന ആ ഒരു ചെറിയ മനസ്സിലുണ്ടായ ട്രോമ കാര്യങ്ങളൊക്കെ വളരെ വലുതായിരിക്കും. അതൊന്നും മനസ്സിലാക്കാണ്ട് ഇപ്പോഴും എന്താണ് ഈ ആ പയ്യൻ്റെ മേക്കിട്ട് കയറാൻ നടക്കുന്ന ഈ സ്ത്രീനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റൊരു കാണുന്നവരെ ബൈ.